ഹായ് ഹലോ ഗ്രീൻ ട്യൂബിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊള്ള അടിക്കാനായിട്ടൊരു സ്ഥലം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കൊള്ള അടിച്ചപ്പോൾ ആ ഭാഗത്ത് തന്നെ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇന്ന് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത് കേട്ടോ. അതായത് കുളം കുത്തുന്ന വീഡിയോ പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ പറിച്ച് ഉണക്കി പൊടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിട്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നിന്നിട്ട് ചെയ്യാമെന്നുള്ളൊരു ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പകുതി മണ്ണൊക്കെ നമ്മൾ കുത്തി കോരി മാറ്റി അതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്ത് കുറച്ച് വാരായിട്ട് എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ മഞ്ഞളിൽ നിന്ന് തള്ള മഞ്ഞളുണ്ട്, അതായത് വലിയ മഞ്ഞൾ അതെടുത്തിട്ട് നമുക്ക് അവിടെ കുഴിച്ചിടണം. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് കുഴിച്ചിടണം. അതിന് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ട് ഇവിടുത്തെ മണ്ണാണ് നമ്മൾ അവിടേക്ക് ഉപയോഗിക്കുന്നത് വാരിടാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ വീതിയും 3 മീറ്റർ നീളമാണ് വേണ്ടത്. നമ്മളത് ചുരുക്കിയിട്ട് നമുക്ക് കുറച്ചും മതി മഞ്ഞൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ അതുപോലെ തന്നെ ഇത്തിരി കാട് നമുക്ക് വേണം നമ്മുടെ ഈ താറാവ് കൂടിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഈ മഞ്ഞളുടെ തൈകൾ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇത് കുഴിക്കുന്നത് വെച്ചാൽ ഈ വെള്ളം ഇരുന്നോടത്ത് വെള്ളം വരുന്ന ഭാഗത്ത് ബാത്റൂമിൻ്റെ തന്നെ വെള്ളമാണ്, അതായത് കുളിക്കാന വെള്ളമാണ് കൂടുതലും വരുന്നത് ഈ കുഴിക്ക്. അപ്പോൾ അതൊന്ന് വലുതാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് താമരയുടെ തൈ കൂടി വെക്കണം. ആദ്യം നമ്മളിത് കോൺക്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ, അതായത് സിമെൻറ്റും പരിക്കനിട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ. പിന്നെ അത് വേണ്ട, നമുക്ക് മറ്റേ കുളം ചോരുണ്ട്, അതായത് വേറൊരു പഴുതാ കുളമുണ്ട്, അത് ചോരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇത്തിരി വലുതാക്കിയിട്ട് ബാക്കിയുള്ള സിമെൻറ്റ് മണലും കൂട്ടിയിട്ട് അത് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ ഒരു പരിപാടി ചെയ്യുന്നില്ല, ബാത്റൂമിൽ വെള്ളം തന്നെ ഇതിലേക്ക് വന്നോട്ടെ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താറാവുകൾ നടന്നിട്ട് ശരിക്കും ഉറച്ചു ഈ മണ്ണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ മണ്ണൊന്ന് കൊത്തി ഇളക്കി എടുത്തിട്ടുണ്ട്, ഇത്തിരി കുഴിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ സെറ്റാവും. അപ്പോൾ പാടത്ത് നമുക്ക് ചെളിയുണ്ട്, അതായത് കളിമണ്ണ് കൊണ്ടുവന്നിട്ട് ഇതിൽ കുറച്ച് ഇടണം. അതിന് ശേഷമാണ് താമര തൈ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളം എപ്പോഴും ഉണ്ടാവും, 2 നേരം കുളിക്കുന്ന കാരണം വെള്ളം എപ്പോഴും ഇതിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ഇവിടെ നിന്ന് താന്നു പോയില്ല. പിന്നെ വെട്ടുകല്ല് മണ്ണാണ് നമ്മുടെ അവിടെ. അപ്പോൾ അത് കാരണം കൊണ്ട് അടിയേക്ക് വെള്ളം ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ കളിമണ്ണും കൂടി ഇടുമ്പോൾ ഇത്തിരി കൂടി സെറ്റാവും. പിന്നെ അതുപോലെ തന്നെ നെല്ല് വിത്ത് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നട്ട് നോക്കാം. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ശരിയാവും നോക്കാമല്ലോ. അപ്പോൾ അതും നമുക്ക് മുളപ്പിക്കാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ചെളിമണ്ണ് നമ്മൾ കുറ്റിപ്പാടം, അതായത് നമ്മുടെ പാടത്തിൻ്റെ ഒരു കുറ്റിപ്പാടം. അപ്പോൾ ആ പാടത്ത് നമ്മൾ ചെളി എടുക്കുമ്പോൾ അതിൽ പുല്ലുണ്ടെങ്കിലും അത് ഈ വെള്ളം കയറുമ്പോൾ തന്നെ ആ പുല്ല് മുളയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് നോക്കണം. പിന്നെ അധികം ഹൈറ്റിൽ, അതായത് അധികം താഴ്ചയിൽ നമ്മൾ കുഴി കുത്തണില്ല, ഒരു കുറഞ്ഞ ഒരു മീഡിയം ലെവലിൽ നമുക്ക് കുത്തണുള്ളൂ. ഇവിടുത്തെ മണ്ണ് ഏകദേശം മാറ്റുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞളുടെ ചെറിയ ചെറിയ പീസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടിയിട്ടിട്ട് നമുക്കത് പോയി കഴുകിയിട്ട് ശരിക്കും പുഴുങ്ങിയിട്ടാണ് അരിയേണ്ടത്. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് കഴുകിയതിന് ശേഷം അരിഞ്ഞിട്ടാണ് നമ്മൾ പുഴുങ്ങണുള്ളൂ, അല്ലെങ്കിൽ അരിയാൻ ഉണ്ടാവില്ല. അത് പുഴുങ്ങുമ്പോൾ ചിലപ്പോൾ ചുങ്ങാൻ ചാൻസ് ഉണ്ട് മഞ്ഞൾ. പിന്നെ അതുപോലെ തന്നെ നല്ല കളറുണ്ട് കേട്ടോ ഈ മഞ്ഞളിന്. മണ്ണ് കൂട്ടിയിടുന്നോടത്ത് നമുക്ക് വേണമെങ്കിൽ പുല്ല് പിടിപ്പിക്കാം. മറ്റേ ഇപ്പം നെറ്റിട്ട് മറിച്ചൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന സ്ഥലം ഫുള്ള് നമ്മൾ നെറ്റിട്ട് മറിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണത്. അത് കാരണം കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ താറാവ് കിടക്കില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് പുല്ലുകൾ വെച്ച് പിടിപ്പിച്ച് ചെറിയൊരു കാട് പോലെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുള്ളും മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഫുള്ളും മണ്ണ് നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മൂലയിലൊരു കുഴി കുത്തിയിട്ടുണ്ട് കേട്ടോ, ആ അറ്റത്തായിട്ടൊരു കുഴി കുത്തിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ താമരയുടെ തൈ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡ്രൈക്ക് മഞ്ഞൾ മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വലിയതൊക്കെ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ വേരൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതുപോലെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് കണ്ട ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. എന്നാലും ഈ വലിയത് നമുക്ക് എടുത്തിട്ട് മുളപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നിറച്ചും മണ്ണായിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് മഞ്ഞൾ പറിക്കേണ്ടത്. നമ്മൾ കറക്റ്റ് ടൈമിലാണ് പറിച്ചത്. പക്ഷെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ, കൂടുതലും മണ്ണിട്ട് കൊടുക്കണമായിരുന്നു. മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ മഞ്ഞൾ പറിച്ച് നമ്മൾ പൊടിപ്പിക്കാൻ നോക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കടയിൽ പോയി പൊടിപ്പിക്കാനുള്ളത് ഉണ്ടാവില്ല. ഇത് അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണക്കാൻ വെക്കുമ്പോൾ തന്നെ ഫുള്ളും ചുങ്ങും. നമ്മൾ ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കാരണം വെള്ളം ഫുള്ളായിട്ട് വറ്റി നല്ല ഉണക്ക് വരും കേട്ടോ. നല്ല ഉണക്ക് വന്നു കഴിഞ്ഞാൽ വേഗം പൊടിച്ച് കിട്ടും, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും.
ആദ്യം ഞാൻ ചെയ്തത് ഇതിൽ ചെറുതുകളൊക്കെ കട്ട് ചെയ്തു, മുള വന്ന് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചത്. പിന്നെ അത് അരിഞ്ഞ് വന്നപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അതിലെ വലുതുകൾ മാത്രം ഞാൻ അത് എടുത്തു, അതിലെ വേരൊക്കെ കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാന്ന് വിചാരിച്ചു. പിന്നെ അതിൽ കുറച്ച് മാത്രം നമ്മൾ എടുത്തുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ ഫുള്ള് മരിഞ്ഞ്. അത് പുഴുങ്ങിയിട്ട് ഉണക്കാൻ വയ്ക്കാം, എന്നിട്ട് പൊടിപ്പിക്കാം. നമ്മൾ ഇത് അരിഞ്ഞിട്ടുണ്ട്, അരിഞ്ഞിട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ ഷീറ്റിൻ്റെ മുകളിലിട്ട് ഉണക്കാണ് ചെയ്യണത്. ഇത് 2 പ്രാവശ്യമായിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടാ. ഷീറ്റിൻ്റെ മുകളിൽ ഇടുമ്പോൾ നല്ല ചൂടുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് കേട് വന്നതാണ്. ഇതിൽ കുറേ കേടുണ്ട് കേട്ടോ, കേട് വന്നൊന്നും എടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ വേര് വന്നിട്ടുണ്ട്, അതും ഒക്കെ കൊണ്ടുപോയിട്ട് നടണം. മുളച്ചോളൂ. അത് നമ്മൾ വാരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ നമുക്ക് നടണം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് പെട്ടെന്ന് നട്ടിട്ട് വേണം പോയിട്ട് പുഴുങ്ങണമെങ്കിൽ. അത് കൃത്യ അളവൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ അളവ് നോക്കണം. നമ്മൾ ചറപറ കുത്താണ്. അത് കഴിഞ്ഞിട്ട് ഇത് നനച്ച് കൊടുക്കണം. എപ്പോഴും നനയ്ക്കാൻ പറ്റുമെന്നറിയില്ല, നമുക്ക് പറ്റണ ഇത് നനച്ചിട്ട് ഇത് വീണ്ടും മുളപ്പിച്ച് എടുക്കണം. ചെറുതായിട്ടൊന്ന് മുള കിട്ടി കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല, മണ്ണ് കൂട്ടിയിട്ടാൽ മതി. പിന്നെ ചവറിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മഞ്ഞളുണ്ടായിക്കോളും. മഞ്ഞൾ ഇത്തിരി അധികം ഉണ്ടായിരുന്നു, അത് 2 പ്രാവശ്യമായിട്ട് പുഴുങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. പിന്നെ വേറെ കല ഉണ്ടായിരുന്നു, അത് കാണാനില്ല. അപ്പോൾ നമ്മുടെ വേറൊരു ബേസിനിലാണ് ഇപ്പോൾ തിളപ്പിക്കുന്നത്. ഇതിലധികം കൊള്ളണില്ല. മഞ്ഞൾ എരിഞ്ഞിട്ട് ഫുള്ളും കഴിയുമ്പോൾ മഞ്ഞ കളറായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പോഴും കൈ നിറച്ച മഞ്ഞ കളറായിരുന്നു. എനിക്ക് ഫോട്ടോ എടുക്കാൻ വരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ പരമാവധി ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഷീറ്റും ഇട്ടുണ്ട്. നമ്മളൊരു 7 ദിവസം വെക്കാമെന്ന് വിചാരിച്ചാൽ ഒരു 3 ദിവസം ആകുമ്പോഴേക്ക് ഇത് ഫുള്ളും ഉണങ്ങിക്കോളും കേട്ടോ. എന്നിട്ട് ഇത് പൊടിക്കണം, നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കണുള്ളൂ നമ്മൾ. അപ്പോൾ അതേ 3 ദിവസം വെച്ചുള്ളൂ, നല്ല ഉണക്കായി. 2 ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല ഉണക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. നമ്മളിത് കടയിൽ പോയിട്ടല്ല കേട്ടോ പൊടിക്കുന്നത്, നമ്മുടെ മിക്സിയിലിട്ടാണ് പൊടിക്കുന്നത്. പിന്നെ ഇത് ഇരിക്കുന്ന സ്ഥലമൊക്കെ അടുക്കളയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കടയിൽ കൊണ്ടുപോയിട്ടല്ല കേട്ടോ നമ്മളിത് അടിക്കണത്, നമ്മുടെ മിക്സിയിലിട്ടാണ് ഇത് പൊടിയാക്കണത്. ഇത് 2-3 പ്രാവശ്യത്തെ അടിച്ചാലാണ് നന്നായിട്ട് പൊടിയാവുള്ളത്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മഞ്ഞ കളറുണ്ട് കേട്ടോ. പിന്നെ നല്ല മണമുണ്ട്. ഇത്തിരി കൂടി പൊടിയാണ്ട് കേട്ടോ. ഇപ്പോൾ പൊടിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ചൂടാണ് കേട്ടോ. ഇത് എന്നിട്ട് പറയാം, ഒടുക്കത്തെ ചൂടാണ്. നമ്മൾ തീയിലിട്ട് ചുട്ടെടുത്ത പോലെയാണ് ഇപ്പോൾ ചൂട്. നമുക്കിത് പിടിക്കാൻ പറ്റില്ല, 2 കൈ കൊണ്ട് ഇതിൻ്റെ തുമ്പത്ത് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പാത്രത്തേക്ക് ഇടുന്നത് കേട്ടോ. അല്ലാണ്ട് അടിവശമൊന്നും പിടിക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 ട്രിപ്പായിട്ട് അടിക്കാൻ കേട്ടോ. അത് ഒരു ട്രിപ്പ് ഇപ്പോൾ അടിച്ചു, ഇനി ഒരു ട്രിപ്പും കൂടി അടിക്കാനുണ്ട്. അത് ഇത് കുറവിട്ടിട്ടുണ്ട്. ഫസ്റ്റ് കുറവിട്ടിട്ട് അടിച്ചാൽ സെക്കൻഡിൽ മൊത്തം ഇട്ടിട്ട് നമ്മൾ അടിക്കണല്ലോ. ഇത് തുറക്കുമ്പോൾ അതിൽ ആവി കാണിച്ചു കേട്ടോ. ഇതിൽ ആവി നോക്കട്ടെ, നല്ല ചൂടായിട്ടുണ്ട്. അതുപോലെ പുകയും വരുന്നുണ്ട്. കത്തി പോകുന്നൊരു പേടി ഉണ്ടായിട്ടാണ്, പക്ഷെ അത് കത്തി പോയില്ല. അതിനായിട്ട് മുന്നേ വേഗം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആ മറ്റേ പ്ലേറ്റിൽ തന്നെ ഇടണം. എന്നിട്ട് പൊടിയിട്ട് കാണിച്ചു തരാം ഞാൻ. ഈ മഞ്ഞൾ പൊടിയിൽ കളിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല മിനുസായിട്ടുണ്ട്. അതായത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തൂക്കം പിടിച്ചിട്ട് നമ്മുടെ അവിടുത്തെ ഒരു കടയുണ്ട്, സുരേഷൻ്റെ കടയുണ്ട്, അവിടെ പോയിട്ട് തൂക്കം പിടിക്കുന്നത്. അതെ, നമ്മുടെ വീഡിയോ ഇത് എഡിറ്റ് ചെയ്യുന്നതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം വോയിസ് ഇപ്പോഴാണ് കൊടുക്കുന്നത്. മഞ്ഞളിൻ്റെ തൂക്കം നോക്കാനായിട്ട് കടയിൽ പോയിട്ടുണ്ടായി, എൻ്റെ വൈഫാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് 250 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 150 രൂപയാണ് പറഞ്ഞത് പൈസ കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ പൊടിച്ച കാറുണ്ട്, ആ കടക്കാരന് വേണമെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മളിത് കടക്കാരന് കൊടുത്തു. ഈ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ട് 150 രൂപ വാങ്ങി. നമ്മളിത് നട്ടിട്ടുണ്ട്, നമുക്കിത് വേണ്ട ആവശ്യമില്ല. ഞാനാദ്യം എടുക്കാമെന്ന് വിചാരിച്ചു, പിന്നെ പൈസ കിട്ടുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തു. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വാഴക്കൊല, പിന്നെ അതുപോലെ തന്നെ താറാമുട്ട, കോഴിമുട്ടൊക്കെ, നാടൻ കോഴിമുട്ടൊക്കെ നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾ വീട്ടിലേക്ക് എടുക്കാറ്, കടയിൽ വിൽക്കൽ കുറവാണ്. അപ്പോൾ നാടൻ താറാവിൻ്റെ മുട്ടയൊക്കെ ആൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് എന്നെപ്പോലെ തന്നെ നിങ്ങളും ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും ചെയ്ത് കഴിഞ്ഞാൽ അത് വീട്ടിലേക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ചെറിയൊരു കഷ്ടപ്പാടുണ്ട്. അത് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണുന്ന വീട്ടമ്മമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ അവരെ പെങ്ങന്മാർക്കോ ചേച്ചിമാർക്കോ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വീട്ടിൽ തന്നെ സ്വയം തൊഴിലിനുള്ളൊരു കാര്യമാണ് ഞാൻ ഇത് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ വീട്ടുകാർക്കും കൂടി ഉപകാരപ്പെടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സ്വയം തൊഴിലാവും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചുരുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് ഒരുപാട് എല്ലാം ഘട്ടമായിട്ട് കാണിക്കണം. അവസാനത്തെ ഘട്ടം മാത്രം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ പള്ളി പെരുന്നാളൊക്കെ വന്നാലും നമ്മൾ ആ വീഡിയോയിൽ പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത്ത് കൂടി വന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇതേട്ടാ എൻ്റെ കയ്യുമ്പോൾ നിറച്ചും മഞ്ഞ കളറാണ്. ഇത് ശരിക്കും കണ്ടാലാണ് കറക്റ്റ് മഞ്ഞ കളർ കാണുള്ളൂ. വീഡിയോയിൽ എങ്ങനെ എത്രത്തോളം കാണണ്ടെന്ന് അറിയില്ല.